അതെ, വളരെ ശോചനീയമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യവ്യാപകമായ റെസിഡന്റ് ഡോക്ടർമാരുടെ ഒരു നില ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു ഡോക്ടർ വന്ദനാദാസ് ഒരു ഇര വേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. ആ ഒരു ഇര വേണ്ടി വന്നു. അതിനപ്പുറം ഒരു വർഷത്തിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആണ് എന്നുള്ള സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും അവിടെ വേക്കൻസീസ് ഇൻഅഡീക്വേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ടും സെക്യൂരിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പൂർണ്ണമായും CCTV ക്യാമറ കവറേജുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഡ്യൂട്ടി റൂമുകളുണ്ടോ എന്ന് ചോദിച്ചാലില്ല. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റുകൾ ഒരിക്കലും ഞങ്ങൾ കണ്ണടയ്ക്കുന്നില്ല അതിനോട്. അതോടൊപ്പം തന്നെ ഒരു പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൃത്യമായ ഒരു ഓർഡിനൻസ് പാസ്സാക്കാൻ കേരളത്തിൽ സാധിച്ചു. അത് നമ്മൾ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല. ഈ കേന്ദ്രത്തിൽ നമ്മളൊരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ടിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇതിന് മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. 2020 അതൊരു എപ്പിഡമിക് ഡിസീസ് ആക്ട് അതിനോട് യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നമ്മുടെ ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ടിനെ ഗവൺമെൻറ് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത്. അതിന് 2022 വരുമ്പോൾ ഒരു കമ്മിറ്റി ഫോം ചെയ്ത് അതിന് കൃത്യമായ ചർച്ചകളൊക്കെ നടന്നു വരുമ്പോഴും അതിൻ്റെ ഏറ്റവും അവസാനം അത് ടേബിളിലെത്തുന്നതിന് മുൻപ് അന്നത്തെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററായിരുന്ന മൻസുഖ് മാണ്ഡവ്യ പറയപ്പെടുന്നത് ഒരു പ്രത്യേക ലെജിസ്ലേച്ചർ മെഡിക്കൽ പ്രൊഫഷൻ ആവശ്യമില്ല, അത് ഒരു സാധാ പീനൽ കോഡിൻ്റെ ഭാഗമായി വന്നു നിന്നാൽ മാത്രം മതി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? ഇത്രയധികം അക്രമങ്ങൾ ഹോസ്പിറ്റൽ, അതൊരു പൊതുജനവുമായി ഡയറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഈ 8 മണിക്ക് ശേഷമൊക്കെ ഉള്ള ഒരു കാഷ്വാലിറ്റിയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ടുള്ള ആളുകൾ അത്രയേറെ ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റികളിലും OP കളിലും ഒക്കെ വന്ന് കയറുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന് കൃത്യമായ ഒരു നിയമങ്ങളില്ലാത്തത് വളരെയധികം ശോചനീയമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു കൃത്യമായ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരിക എന്നുള്ളത് ഈ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നും പിന്മാറാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല.